പി.കെ. ശശി വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഷഹന കല്ലടിയാണ്. ഷഹന കല്ലടിയെ പലർക്കും എഴുത്തുകാരി എന്ന നിലയിൽ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ മണ്ണാർക്കാട് കൗൺസിലറായിരുന്നു, പിന്നീട് CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ CITUവിൻ്റെ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. പി.കെ. ശശി വിഷയം താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ വലിയൊരു പ്രകടനം ഇന്നലെ നടന്നു, അദ്ദേഹത്തെ ഒരു വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. അതെ, അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടനം നടന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കേണ്ടി വന്നത്. അത് പരസ്യമായൊരു പ്രകടനമായതുകൊണ്ട് പരസ്യമായി തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ ഇങ്ങനെയല്ല. അതിന് ഒരു വേദിയുണ്ട്, അവിടെ പറയണം, അതിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ മുഖം കണ്ടപ്പോൾ തീർച്ചയായും പ്രതികരിക്കണം എന്ന് തോന്നിയപ്പോൾ, പ്രത്യേകിച്ചും പി.കെ. ശശി ഞങ്ങളുടെ CITUവിൻ്റെ അഖിലേന്ത്യാ നേതാവും ജില്ലാ വൈസ് പ്രസിഡൻറ്റും സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റുമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ അനാവശ്യമായി ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത ഒരു പ്രകടനം നടത്തി എന്തോ ഒരു ഭീകരനാക്കി ചിത്രീകരിച്ച രീതിയിൽ പ്രകടനം നടത്തിയപ്പോൾ തീർച്ചയായും പ്രതികരിക്കണമെന്ന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഇപ്പോൾ മണ്ണാർക്കാട്ടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഈ ബിലാൽ എന്നൊരു പ്രയോഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. അപ്പോൾ ഒന്നുമല്ല എന്ന തരത്തിലാണ് ഈ പ്രതികരിച്ചത്. അത് ഇപ്പോൾ ഈ പുതിയ നേതാക്കളുടെ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്, അതോ എല്ലാ പാർട്ടി മുഴുവൻ അങ്ങനെയാണോ അദ്ദേഹത്തെ കാണുന്നത്? ആ ചോദ്യം എനിക്ക് കൃത്യമല്ല, എനിക്ക് വ്യക്തമല്ല നിങ്ങളെ ചോദ്യം. നിങ്ങൾ ഉദ്ദേശിച്ചത് ബിലാൽ എന്ന് അദ്ദേഹം സംസാരത്തിൽ പ്രയോഗിച്ചു, അല്ലെങ്കിൽ ആ ഒരു കോട്ട് ചെയ്തു, ആ ഒരു സിനിമയുടെ ഒരു ഡയലോഗ് കോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, അതൊരു പ്രസംഗത്തിലെ ഒരു രംഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതിൽ വേറൊരു തലം അതിനകത്തുണ്ട്, അതിനൊരു വേറൊരു മീനിങ് ഉണ്ട് എന്ന് കരുതുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ആളുകളോ നമുക്കിടയിലില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രാസംഗിക രീതിയാണ്. വളരെ ഫീൽ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഈ ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് 44,000-ലധികം മെമ്പർമാർ പാലക്കാട് ജില്ലയിലുണ്ട്, അതിൽ ഒരാൾ മാത്രമാണ് പി.കെ. ശശി എന്നുള്ളതാണ്. അപ്പോൾ മണ്ണാർക്കാട്ടെ പാർട്ടിക്ക് അങ്ങനെ ഇപ്പം അദ്ദേഹം ഒരു പാർട്ടി അംഗം മാത്രമാണ്, പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? ഞാനും അതാണ് ചോദിക്കുന്നത്, അങ്ങനെ കണ്ടാൽ മതിയോ? അദ്ദേഹം KTDCയുടെ ചെയർമാനാണ് അല്ലേ? ആ പാർട്ടി അംഗങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് CITU മെമ്പർമാരുടെ നേതാവാണ് അദ്ദേഹം, അതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ പാർട്ടിയിൽ ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി ആളുകൾക്ക് അല്ലെങ്കിൽ സഖാക്കന്മാർക്ക് ചില സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വന്നും ഒക്കെ ഇരിക്കും. അതൊക്കെ പാർട്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ പ്രകാരം നടക്കുന്നത്. അത് താഴെ തട്ടിലേക്ക് പോകും ചില നടപടികൾ വരുന്ന സമയത്ത്. അതേസമയം അതേപോലെ തിരിച്ച് കയറി വരുന്ന ആളുകളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ. അപ്പം എന്ന് കരുതി അദ്ദേഹത്തെ ഒരു സാധാരണക്കാരൻ എന്നാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള മീഡിയകളൊക്കെ അത് ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം അദ്ദേഹം ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ ഒട്ടും പറ്റില്ല. കാര്യം അദ്ദേഹം ഇന്നും KTDCയുടെ ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം പാർട്ടി വിരുദ്ധനാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. പാർട്ടി നടപടി ഉൾക്കൊണ്ടപ്പോഴും അദ്ദേഹം ആ ഒരു തന്മയത്വത്തിൽ തന്നെ അച്ചടക്കത്തിൽ തന്നെയാണ് അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ ഇരുന്നിട്ടുള്ളൂ. ഇന്ന് വരെ അദ്ദേഹം എവിടെയെങ്കിലും പാർട്ടിക്കെതിരായിട്ട് ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ആർക്കും തന്നെ, നിങ്ങൾ മീഡിയക്കാർക്ക് പോലും തെളിയിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയുടെ? പിന്നെ മാത്രമല്ല, താഴെ തട്ടിൽ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു താഴെ മെമ്പറല്ലല്ലോ, അദ്ദേഹം KTDCയുടെ ചെയർമാനാണ്. വീണ്ടും ഞാൻ പറയുന്നു, CITUവിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് മറുപടി പറയേണ്ടത് തീർച്ചയായും ജില്ലാ നേതാക്കളും അതിൻ്റെ മേലേക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാരും അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ അല്ലേ അദ്ദേഹത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയണ്ടേ. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലില്ലേ? നേതാക്കന്മാർ പറയട്ടെ, അദ്ദേഹം പാർട്ടിയിലില്ലേ? അദ്ദേഹം പാർട്ടിയിൽ ഇല്ല എന്നവർ പറയുകയാണെങ്കിൽ നമ്മൾക്കാർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഈ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹം വഹിക്കുന്നത്.
പറയുന്ന KTDC ചെയർമാൻ എന്നുള്ളത് ഇപ്പോൾ പലപ്പോഴും പാർട്ടി അംഗമല്ലാത്ത ആളുകൾക്ക് കൊടുക്കാറുണ്ട്. MLA സ്ഥാനം, MP സ്ഥാനമൊക്കെ സ്വതന്ത്രർക്ക് കൊടുക്കാറുണ്ട്. അതേപോലുള്ള ഒരു സ്ഥാനം മാത്രമാണ് KTDC ചെയർമാൻ. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നായാടിപ്പാറ ബ്രാഞ്ചിലെ ഒരു മെമ്പർ മാത്രമാണ് എന്നുള്ളതാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പാർട്ടി ഒരു ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ അതേ തരം താഴ്ത്തലിൽ പെട്ടിട്ടുള്ള പല നേതാക്കന്മാരും പിന്നീട് സ്റ്റേറ്റിലെ നേതാക്കന്മാരായിട്ട് പുനഃക്രമീകരിച്ചിട്ടില്ലേ? പാർട്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പം അത് അദ്ദേഹത്തെ പോലെയുള്ള എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയെ കെട്ടിപ്പടുത്ത് വന്ന ഒരു സീനിയർ നേതാവ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ നേതാവാണ് അദ്ദേഹം. സീനിയർ നിരയിലുള്ളൊരു നേതാവാണ് അദ്ദേഹം. പാലക്കാടത്തെ സീനിയർ നേതാവാണ്. ഉള്ളതിൽ സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആ ഒരു നേതാവിനെ ഒരു നടപടി വന്നു ബ്രാഞ്ചിലേക്ക് മാറ്റിയെന്ന് അവർ ആര് സ്വയം കരുതി കഴിഞ്ഞാലും അദ്ദേഹം ഒരു സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ഈ ബ്രാഞ്ചുകാരാണോ മറുപടി പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ KTDC ആർക്കും കൊടുക്കാം എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് KTDC തിരിച്ചു വാങ്ങിച്ചോ? അങ്ങനെ ഉണ്ടായോ? അതില്ലല്ലോ. അദ്ദേഹം KTDCൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് ഞങ്ങളുടെ CITUവിൻ്റെ നേതാവും കൂടി ആയിക്കൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ CITUവിൻ്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ അത് ചെറിയല്ലോ. എത്ര മെമ്പർഷിപ്പ് ഉണ്ട്? ലക്ഷക്കണക്കിന് മെമ്പർഷിപ്പുള്ള CITUവിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പം മണ്ണാർക്കാട് തന്നെയുള്ള ഈ ഹക്കീം മണ്ണാർക്കാട് CITUവിൻ്റെ ജില്ലാ നേതാവാണ്. അദ്ദേഹവും ഈ നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ പങ്കുവച്ചു. അപ്പോൾ CITUവിന് മൊത്തം ഈ പാർട്ടി അദ്ദേഹത്തോട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു നീതിയല്ല എന്നൊരു ചിന്ത CITUയുടെ പ്രധാന നേതാക്കൾക്കൊക്കെ ഉണ്ടോ? CITUവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവണമല്ലോ. കാര്യം അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലേ. അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തോട് ചെയ്യുന്ന നീതികേടുകൾ ഞങ്ങൾക്ക് കണ്ടില്ല എന്ന് നടിക്കാനും കഴിയില്ല. കാരണം അത്രയും പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് മണ്ണാർക്കാട് എങ്ങനെയാണ് PK ശശിയുടെ സ്വാധീനം എന്നും ഈ പാർട്ടി എങ്ങനെയാണ് ഇവിടെ വളർന്നു വന്നതെന്നും ആ പാർട്ടിയിൽ വളർന്നു വരുന്ന കാലം തൊട്ട് ഈ പാർട്ടിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച് ഇന്നും പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരു നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ എന്തെല്ലാം ആരോപണങ്ങൾ എന്ന് പറഞ്ഞ ആരോപണങ്ങൾ മാത്രം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കൂലേ? അദ്ദേഹം പുറത്തല്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം പുറത്തായിട്ടുണ്ടോ? എനിക്ക് അതാണ് നേതൃത്വത്തിനോട് ചോദിക്കാനും കൂടി ഉള്ളത്. അദ്ദേഹം പുറത്താണോ? പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആ രീതിയിൽ പ്രതികരിച്ചാൽ മതി. ഇപ്പം അദ്ദേഹം പുറത്തല്ല, ഇപ്പോഴും അദ്ദേഹം അകത്താണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ അത്ര നിസാരവൽക്കരിച്ച് കാണണ്ട. ഇവിടെ ലീഗിൻ്റെ ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ കൊണ്ടും കൊടുത്തും തന്നെയാണ് മണ്ണാർക്കാട് CPM പാർട്ടിക്ക് ഒരു അഡ്രസ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഖാക്കന്മാരാണ്. അതൊന്നും മറന്നുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടേത് എങ്ങനെയാണ് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങളെപ്പോലെ പഴമക്കാർക്കൊന്നും അദ്ദേഹം ഇവിടെ എടുത്ത ത്യാഗങ്ങളൊന്നും ആർക്കും അങ്ങനെ വിസ്മരിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഒറ്റയടിക്കൊന്നും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാനൊന്നും പാർട്ടി സഖാക്കൾക്കാർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് DYFIൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ പണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തു എന്നതിൻ്റെ പേരിൽ ഇന്ന് പാർട്ടിയെ ഒറ്റ കൊടുക്കാനും വഞ്ചിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. എവിടെ പാർട്ടിയെ ഒറ്റുകൊടുത്തു? എവിടെ പാർട്ടിയെ വഞ്ചിച്ചു? അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു തെളിവ് അവർ പറയട്ടെ. പാർട്ടിയെ വഞ്ചിച്ച തെളിവ് പറയട്ടെ, അല്ലെങ്കിൽ പാർട്ടിയെ ഒറ്റുകൊടുത്ത തെളിവ് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ഒറ്റുകൊടുത്തവും വഞ്ചിച്ചവരൊന്നും പാർട്ടിയിലുണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നവരല്ലേ. ഇന്നും PK ശശി എന്ന് പറയുന്ന സഖാവ് ഇന്നും പാർട്ടിയിലുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതും എന്ന് എനിക്ക് പറയാനറിയില്ല. അത് അവരുടെ ഏത് രീതിയിലാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് പറയാനേ പറ്റില്ല. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നതായി തോന്നുന്നുണ്ടോ? PK ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ടീം പ്രവർത്തിക്കുന്നത് മറ്റൊരു പാർട്ടിയല്ലേ. അവര് എന്ത് ലക്ഷ്യം? അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. അത് ഈ പാർട്ടിക്കകത്ത് CPM-നകത്ത് അങ്ങനെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ടോ? എങ്ങനെ? ഈ PK ശശിക്കെതിരെ ഒരു ടീം CPM-നകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? എതിരെ പ്രവർത്തിക്കുന്നുണ്ടോന്നോ? അങ്ങനത്തെ ഒരു സമീപനം ഉണ്ട് എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. അതിന് അങ്ങനെ ഒരു എതിർ ചേരിയുണ്ട് അല്ലെങ്കിൽ ഒരു ടീമുണ്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ തോന്നത്തക്ക വിധത്തിൽ കാര്യങ്ങളൊന്നും ഇതുവരെ മുന്നോട്ട് പോയതായിട്ട് അറിവില്ല.
താങ്കൾ നേരത്തെ ഈ STUവിൻ്റെ നേതാവും പിന്നെ ലീഗൊക്കെ ആയിട്ട് സഹകരിച്ചിരുന്നതാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നതിൽ PK ശശി എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. PK ശശിയുടെ ഒരു സ്വാധീനം എന്നുള്ളതല്ല, നമ്മളുടെ ഒരു സ്വതന്ത്ര ചിന്താഗതി എന്നുള്ളത് തന്നെയാണ് ഞാൻ പാർട്ടി മാറാനുള്ള ഒരു താല്പര്യമെടുത്ത് മാറിയത്. ഒരിക്കലും ഞാൻ നിന്നിരുന്ന പാർട്ടിയോട് വളരെയേറെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എതിരെ ഒരു ശബ്ദമുയർത്തിക്കൊണ്ടോ ഒന്നുമല്ല ഞാൻ പാർട്ടി മാറിയിട്ട് വരുന്നത്. ഞാൻ പാർട്ടി മാറി വരുമ്പോൾ എൻ്റെ ഒരു സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. ആ സ്വതന്ത്ര ചിന്താഗതി ലീഗ് പോലെയുള്ള ഒരു പാർട്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് സാധ്യമാകില്ല, അല്ലെങ്കിൽ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിനകത്ത്. അല്ലാതെ അവർക്ക് എന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്ര അല്ലാതെ സ്ത്രീ എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. അത്ര ഒരു വനിതാ സ്വാധീനങ്ങളൊന്നും ആ പാർട്ടീനെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടിയോട് അതിൻ്റെ നേതൃത്വത്തിലുള്ള പലരോടും സംസാരിച്ച് ഇട്ട് തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് മാറി വന്നതും. ഞാൻ മാറി വരുന്ന സമയത്ത് ഈ പറഞ്ഞ PK ശശി ഇവിടുത്തെ നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹമാണ് എന്നെ സ്വാഗതം ചെയ്തത്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP PK ശശിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പാർട്ടി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ മാറുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമോ? ആ ഒരു ചോദ്യത്തിന് ഒട്ടും പ്രസക്തിയില്ല. അദ്ദേഹം മാറുമോ അല്ലെങ്കിൽ സ്വാഗതം ചെയ്തോ, അതിപ്പോൾ ഏത് പാർട്ടിക്കാർക്കും ആരെയും സ്വാഗതം ചെയ്യാം. അതിലൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇപ്പോൾ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിന്നെ ശശി തരൂർ BJPയിലേക്ക് പോകുന്നു, അങ്ങനെ പറയാം. അല്ലാതെ PK ശശി എന്ന് പറയുന്നത് അടിമുടി പാർട്ടിയാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റാണ്. ഒരു കമ്മ്യൂണിസ്റ്റിനും അത്ര പെട്ടെന്നൊന്നും പിന്നെ ഒരു സ്ഥാനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചു കണ്ട് അപ്പുറത്തെ ഒരു പാർട്ടിയിലേക്ക് പോകാനൊന്നും ഒരിക്കലും കഴിയില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു നേതാവും അല്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരുണ്ട്. അദ്ദേഹത്തെ ആ സ്നേഹത്തിന് മുന്നിലൊന്നും അവരെ വിട്ടിട്ടൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഈ പാർട്ടി വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിന് ശക്തമായി അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. താങ്കൾ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ വിവാദങ്ങൾക്കിടയിൽ അദ്ദേഹവുമായിട്ട് ഫോണിൽ എന്തെങ്കിലും ബന്ധപ്പെടാൻ പറ്റിയിരുന്നോ? വിവാദങ്ങൾക്ക് ഞങ്ങൾ എല്ലാ പ്രാവശ്യം എപ്പോഴും ബന്ധപ്പെടുന്ന ഞങ്ങളെ നേതാവല്ലേ, ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരുമല്ലോ, ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത്? പുതിയ പശ്ചാത്തലത്തിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തോട് എനിക്കത് സംസാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഞങ്ങളെ നേതാവാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലല്ലല്ലോ പറയേണ്ടത്, അദ്ദേഹം പാർട്ടിയിൽ പറയുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ കേൾക്കും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളല്ലേ, ഒരിക്കലും ഞങ്ങൾ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും മുതിർന്ന ആളുകളല്ലല്ലോ. ഈ പ്രശ്നം ഒരു സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നേതൃത്വം ഇടപെട്ട് തന്നെയാണ് പരിഹരിക്കേണ്ടത്. കാര്യം ഒരു നിസ്സാരവൽക്കരിക്കേണ്ട ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇത് ഇത്ര ആളിക്കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നേതൃത്വം തന്നെയാണ് ഇന്നത്തെ സ്റ്റേറ്റിൽ എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും എല്ലാം ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അതുതന്നെയാണ് വിശ്വാസവും. എന്നാലും സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.